നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അനധികൃതമായി പാർലമെന്റിലേക്ക് കടന്നെത്തിയ 40ഓളം BJP MP-മാർ പുറത്താവാൻ പോവുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടാനും തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ശ്രമിക്കുന്നത്. കോൺഫിഡൻഷ്യലായ പല രേഖകളും പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും സംയുക്തമായി പല തട്ടുകളിൽ നിന്നും നൽകുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ പിളർത്താനോ അവരെ തകർത്തെറിയാനോ BJPക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നത് അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. 293 സീറ്റ് NDAയ്ക്കും 234 സീറ്റ് ഇന്ത്യ ബ്ലോക്കിനും ലഭിച്ചു എന്നതായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം വ്യക്തമായത്. അതിൽ തന്നെ 234 സീറ്റുള്ള ഇന്ത്യ മുന്നണിയിലെ പല MP-മാരും വളരെ വൈകാതെ NDAയിലേക്ക് ചേരും എന്നും NDAയുടെ അംഗബലം 300 കവിയുമെന്നും അത് 320 330 ഒക്കെ ആയി ഉയരുമെന്നും ഒക്കെ ആയിരുന്നു പല ഗോദി മീഡിയകളും തട്ടിവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വരെ തിരുത്ത് നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഉള്ള വ്യാജ നടപടിക്രമങ്ങളാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി നടത്തിയത് എന്ന ആരോപണം അത് സുപ്രീം കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാപ്പകലില്ലാതെ ഓടുമ്പോൾ ജ്ഞാനേഷ് കുമാർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് എനിക്കെതിരെയുള്ള വാദങ്ങൾ ശരിവെക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിരുപാധികം മാപ്പ് പറയേണ്ടി വരും, നിങ്ങൾക്കെതിരെ ഡിഫമേഷന് നടപടി ഉണ്ടാകും, മാനനഷ്ട കേസ് കൊടുക്കും എന്നൊക്കെയാണ്. ഇതിനു മുമ്പ് ഇരുന്ന രാജീവ് കുമാറിനെതിരെയും നിരവധിയായ അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ കറപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞതാണ്. അദ്ദേഹം മാനനഷ്ടത്തിനും പോയില്ല, ഒന്നും പോയില്ല. മാൾട്ടയിൽ സുഖവാസവുമായി നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും മുങ്ങി യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമായ മാൾട്ടയിൽ സുഖിച്ച് നടക്കുകയാണ്. മോദിയുടെ കെയർ ഓഫിൽ എന്ന് തന്നെ വ്യക്തമാവുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അതുപോലെ തന്നെയാണ് ജ്ഞാനേഷ് കുമാറിൻ്റെ കാര്യവും. ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമാക്കാൻ വിദേശത്തേക്ക് പാസ്പോർട്ട് നൽകി കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും സ്പോൺസർ ചെയ്തായിരിക്കും അദ്ദേഹത്തിനെ വിടുക എന്നും പ്രതിപക്ഷ നേതാവ് കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പാകെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി. ഒഡീസയിലെ MP-മാർ, മധ്യപ്രദേശിലെ MP-മാർ, അതുപോലെ തന്നെ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. ഏറ്റവും വലിയ ദുരൂഹ അട്ടിമറിയാണ് കർണാടകയിൽ നടന്നത്. കർണാടകയിൽ MP-മാരുടെ എണ്ണം 5-ൽ കൂടുതൽ ഉയരില്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് BJPയെ കുറിച്ച് പറഞ്ഞത്. അതിന് കാരണം തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തകർന്ന അവസ്ഥ തന്നെയായിരുന്നു അതിൻ്റെ സൂചന. അത്തരത്തിൽ ഹരിയാന, അത്തരത്തിൽ കർണാടക, ഒഡീസ, മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുമായുള്ള ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 32ഓളം MP-മാർ അയോഗ്യരാകും ഈ കണക്ക് പുറത്തു വന്നാൽ എന്ന് വ്യക്തമാവുകയാണ്.